മൂന്നാർ കണ്ണിമലയിൽ ഇന്നലെ ഓട്ടോ ഡ്രൈവറുടെ കാട്ടാന ജീവനെടുത്ത ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത്. നമുക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇതിനുള്ളിൽ നിന്ന് ഓട്ടോ ഡ്രൈവറെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് റോഡിൽ അടിക്കുന്നു, ഓട്ടോയിലേക്ക് അടിക്കുന്നു. അതിനുശേഷം ഈ റോഡിൽ അടിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണ്. ഇതിലുണ്ടായിരുന്ന യാത്രക്കാർ മറ്റുള്ളവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരെ നമ്മൾ രാവിലെ കാണുമ്പോൾ തന്നെ അവരും വലിയ പേടിയോടുകൂടി തന്നെയാണ് കഴിയുന്നത്. കാരണം ഈ ഒരു മേഖലയിൽ നിരന്തരമായി കാട്ടാന ശല്യമുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു മരണം ഒരാൾക്ക് സംഭവിക്കുന്നത്, ഓട്ടോ ഡ്രൈവർക്ക് സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് 2 ചെറിയ കുട്ടികളാണ്. വലിയ സങ്കടത്തിലും വിഷമത്തിലുമാണ് അവരെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നത്. ചേട്ടാ, ഇത് ഏത് ആനയാണ് എന്ന് തിരിയാൻ നമുക്ക് മനസ്സിലായി? யாருக்கு சொல்ல முடியாது, அது காட்டு யானை தான். ஆமாம், எந்த யானை நம்ம பேர் சொல்ல முடியாது. ஆமாம், படையப்புன்னு சொல்ல முடியாது. ஆமாம், காட்டு யானை தான். ஆமாம், இங்கே டெய்லி டெய்லி எப்போயாச்சும் வரும் போகும். ആമാ. ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ വലിയ പേടിയിലാണോ? എല്ലാവരും പേടി തന്നെ. അപ്പോൾ ഇവരൊക്കെ പറയുന്നതാണ് വലിയ പേടിച്ചിട്ടാണ് ഇവിടെ കഴിയുന്നത്. കാരണം ഈ ഒരു ഓട്ടോ നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ കഴിയില്ല. ഇതിന്റെ മുഴുവൻ ടാർപോളിനും എല്ലാം കീറി കൊമ്പ് കൊണ്ട് കുത്തി നശിപ്പിച്ച് പൂർണ്ണമായും ഓട്ടോ തകർത്ത ഒരു നിലയിലാണ്. ഈ കുടുംബത്തിനുണ്ടായ ഒരു നഷ്ടം തന്നെ ആ കുടുംബത്തിന്റെ അവരുടെ പ്രാണനായ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തിന്റെ കേന്ദ്രമായ ഗൃഹനാഥനെ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു നഷ്ടപരിഹാരം ആ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും അതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നു. പക്ഷേ ഈ മേഖലയിൽ ഉള്ള കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തരമായ നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ആവശ്യം. എന്തായാലും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയൊരു ജീവൻ ഇങ്ങനെ പൊലിയാതിരിക്കട്ടെ എന്ന് കരുതാം, ഇനി പ്രതീക്ഷിക്കാം. കാരണം ഇതിനോടകം കഴിഞ്ഞ 2 മാസത്തിനകം 4 പേരാണ് ഇടുക്കിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇടുക്കി ജില്ലയുടെ ഒരു കണക്കെടുത്താൽ ഇതിനോടകം 50-ലധികം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ ജാഗ്രത ഇത്തരം മേഖലകളിൽ വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്.